നിശബ്ദമായി നടക്കുമ്പോൾ പൂന്തോട്ടം അതിമനോഹരമായിരുന്നു, നിറങ്ങളും ഓർമ്മകളും കൊണ്ട് സജീവമായിരുന്നു. പിന്നിൽ പരേതനായ ഗ്രാൻഡ് ഡ്യൂക്ക് ഈ സ്ഥലത്തെ എങ്ങനെ വളരെയധികം വിലമതിച്ചിരുന്നുവെന്ന് ബട്ട്ലർ ചിന്തിച്ചു. ഡ്യൂക്ക് ഇപ്പോൾ വളരെ അപൂർവമായി മാത്രമേ സന്ദർശിക്കാറുള്ളൂ, അതിനാൽ ഇവിടെ തിരിച്ചെത്തുന്നതിന് ഒരു അർത്ഥമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഹൃദയം മാറി. മൂന്നാമത്തെ ആങ് മാസ്റ്ററോട് ഡ്യൂക്ക് കുറച്ചുകാലത്തേക്ക് തണുത്തുപോയാലും ഗ്രാൻഡ് ഡ്യൂക്ക് വിലമതിച്ചിരുന്ന മകനായിരുന്നു അദ്ദേഹം. ഡ്യൂക്ക് അദ്ദേഹത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ഒരു വഴിയുമില്ലായിരുന്നു. പെട്ടെന്ന് ഡ്യൂക്ക് നിന്നു. ശാന്തമായ അന്തരീക്ഷത്തിലൂടെ അദ്ദേഹത്തിന്റെ ശബ്ദം മുറിഞ്ഞു. ശരിക്കും ദയനീയം. എപ്പോഴും നിങ്ങളുടെ കണ്ണുകൾ ചുറ്റും നോക്കുക, എല്ലാറ്റിനെയും ഭയന്ന് ആരെങ്കിലും ശബ്ദം ഉയർത്തുമ്പോഴെല്ലാം ഒരു വഴിതെറ്റിയവനെ പോലെ പിറുപിറുക്കുക. ബട്ട്ലർ മടിച്ചു, സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഡ്യൂക്ക് തുടർന്നു. ആൺകുട്ടി തന്റെ അമ്മയെപ്പോലെയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു, കാഴ്ചയിൽ മാത്രം. എന്നിട്ടും ഇന്ന് എന്തോ വ്യത്യസ്തമായിരുന്നു. ബട്ട്ലർ മരവിച്ചു. ഡ്യൂക്ക് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷേ ഞാൻ തെറ്റായിരിക്കാം. അദ്ദേഹം ബട്ട്ലറുടെ നേരെ തിരിഞ്ഞു. നീയും അത് കണ്ടു, അല്ലേ? കുട്ടി എന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു. ബട്ട്ലർ തലയാട്ടി. ഒരു മടിയും ഭയവുമില്ല. അദ്ദേഹം സ്ഥിരതയുള്ളവനും മാന്യനുമായിരുന്നു, മുമ്പത്തെപ്പോലെ ഒന്നുമല്ല. ആങ് ലൂസിയൻ സൗമ്യനും ചിന്താശേഷിയുള്ളവനുമായിരുന്നു. അടുത്തിടെ അദ്ദേഹം വെറുതെ തളർന്നുപോയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാത്തിനുമുപരി ആ കുട്ടി ഡ്യൂക്കിന്റെ സ്വന്തം രക്തബന്ധം വഹിച്ചു. ആ സാമ്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് കാണാം, ഡ്യൂക്ക് മറുപടി നൽകി. വരാനിരിക്കുന്നത് ദയുള്ള വാക്കുകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല. എന്നാൽ പിന്നീട് ബട്ട്ലർ ഒരു പ്രശ്നം ഉന്നയിച്ചു. ലൂസിയന്റെ താൽക്കാലികമായി നിർത്തിവെച്ച അലവൻസ് അവർ പുനഃസ്ഥാപിച്ചു, പക്ഷേ അതിന്റെ ഒരു ഭാഗം പുറത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അന്വേഷണത്തിൽ കുറ്റവാളിയായ രണ്ടാമത്തെ ആങ് ജോർഡി വാൾഡ് കണ്ടെത്തി. മൂന്നാമത്തെ ആങ് മാസ്റ്ററെ സേവിക്കുന്ന പ്രധാന വീട്ടുജോലിക്കാരിയെ പോലും അദ്ദേഹം പിരിച്ചുവിട്ട് പകരം സ്വന്തം ഒരാളെ നിയമിച്ചു. വ്യക്തമായി അവനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഡ്യൂക്ക് നെടുവീർപ്പിട്ടു. ജോർഡി കഴിവുള്ളവനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം വളരെ ഇടുങ്ങിയതായിരുന്നു. മാതൃകുടുംബത്തിന്റെ കാര്യങ്ങളിൽ മൂന്നാമനോടുള്ള അദ്ദേഹത്തിന്റെ കയ്പ് അതിരുകടന്നിരുന്നു. നമ്മൾ ഇടപെടണോ? ബട്ട്ലർ ചോദിച്ചു. ഇല്ല, ഇടപെടരുത്, ഡ്യൂക്ക് പറഞ്ഞു. ആദ്യ ചുവടുവെപ്പ് നടത്തിയ ഒരാൾക്ക് ഇതൊരു അപമാനമായിരിക്കും. ചുറ്റുമുള്ളവർ അവരുടെ ജോലി ചെയ്തിരുന്നെങ്കിൽ ഈ ചെറിയ തമാശ അവനെ ഒട്ടും ഉപദ്രവിക്കുമായിരുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷമായി ആൺകുട്ടി അസ്വസ്ഥനായിരുന്നതിന്റെ വില മാത്രമാണ് ഈ തിരിച്ചടി. ഡ്യൂക്കിന്റെ ചുണ്ടുകളിൽ ഒരു നേരിയ പുഞ്ചിരി വിരിഞ്ഞു. യഥാർത്ഥത്തിൽ നല്ല സമയനിഷ്ഠ. അവൻ അത് എങ്ങനെ സ്വന്തമായി കൈകാര്യം ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം. അവന് ഇത് കൈകാര്യം ചെയ്യാൻ പോലും കഴിയുന്നില്ലെങ്കിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല. വാൾഡിന്റെ രക്തമായിരിക്കാം താക്കോൽ, പക്ഷേ വാതിൽ തുറക്കേണ്ടത് എല്ലായ്പ്പോഴും കുട്ടി തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗ്രാൻഡ് പാലസ്. യുവ ആങ് മാസ്റ്റർ വീണ്ടും തന്റെ മുറിയിൽ പൂട്ടിയിരിക്കുന്നതിനെക്കുറിച്ച് വേലക്കാരികൾ മന്ത്രിക്കുമ്പോൾ ഇടനാഴി ഗോസിപ്പുകളാൽ മുഴങ്ങി. അദ്ദേഹത്തിന്റെ വിശ്വസ്ത ദാസൻ രാവും പകലും വാതിൽ കാവൽ നിന്നു. അലവൻസ് തിരികെ ലഭിച്ചതിന്റെ 3-ാം ദിവസമായിരുന്നു ഇന്ന്. അദ്ദേഹത്തിന്റെ ദാസൻ ഞെട്ടിപ്പോയി. ഡ്യൂക്കുമായുള്ള സംഭാഷണം നന്നായി നടന്നുവെന്ന് യജമാനൻ പറഞ്ഞിരുന്നു, പക്ഷേ ഇത്രയും വലിയ തുക ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവരുടെ വഷളായ ബന്ധത്തിന് അത്യധികം ധൈര്യം ആവശ്യമായിരുന്നിരിക്കണം. കണ്ണുനീർ വാർത്തപ്പോൾ ദാസൻ അഭിമാനിച്ചു. ദുഃഖം പോലും ഭാരമായി. അവന്റെ മേൽ അവന്റെ യജമാനൻ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ മുറിക്കുള്ളിൽ പെട്ടെന്നുള്ള സമ്പത്തിൽ എംസിക്ക് ബോധം നഷ്ടപ്പെട്ടു. ഇതോടെ ഒടുവിൽ എനിക്ക് അത് ചെയ്യാൻ കഴിയും. ഉപകരണങ്ങൾ തയ്യാറാക്കാൻ അയാൾ തിരക്കുകൂട്ടി. വിയർപ്പ് ഒലിച്ചിറങ്ങുന്ന ഉപകരണങ്ങൾ സ്ഥാപിച്ചു. കുത്ത്. ആൽക്കെമി പുസ്തകങ്ങൾ അവന്റെ മേശയിൽ വിതറി. അവ വാങ്ങുമ്പോൾ മുഴുവൻ അലവൻസുകളും ചോർന്നൊലിക്കുന്ന വിലയേറിയ അപൂർവ ചന്ദ്രപ്രകാശ സസ്യങ്ങൾ മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്നു. അയാൾ സ്വയം പറഞ്ഞത് ഓർത്തു. നിങ്ങൾക്ക് കഴിയുമ്പോൾ ചന്ദ്രപ്രകാശ പുല്ല് വാങ്ങുക. 1 വർഷം കഴിഞ്ഞ് വില 10 മടങ്ങ് പൊട്ടിത്തെറിക്കും. ഇല്ല, 20 മടങ്ങ്. അവൻ സ്വയം ചിരിച്ചു. അന്നത്തെ ആൽക്കെമിസ്റ്റുകൾക്ക് ഉരുക്കു ഞരമ്പുകൾ ഉണ്ടായിരുന്നു. വിജയം അനിശ്ചിതത്വത്തിലായപ്പോൾ സാമ്രാജ്യത്തിലുടനീളമുള്ള ചന്ദ്രപ്രകാശ പുല്ലിന്റെ ഓരോ തണ്ടും അവർ വാങ്ങി. സങ്കൽപ്പിക്കാനാവാത്ത ഒന്ന് ജനിപ്പിച്ച് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ചൂതാട്ടം. അവൻ ഒരു തിളങ്ങുന്ന ചുവന്ന ഫ്ലാസ്ക്, ദൈവങ്ങളുടെ അമൃത് ഉയർത്തി. ഒരു യോദ്ധാവിന്റെ പരിധികൾ ജനനം മുതൽ നിശ്ചയിച്ചിരിക്കുന്നു. അവരുടെ കഴിവുകൾ നിശ്ചയിച്ചിരിക്കുന്നു. അവരുടെ ഭരണഘടന മാറ്റാൻ കഴിയില്ല എന്ന 1000 വർഷത്തെ സത്യം അത് തകർത്തു. പക്ഷേ അമൃത് ആ നിയമം ലംഘിച്ചു. തന്നെപ്പോലുള്ള വിലകെട്ട ആരും പോലും അത് കുടിച്ചതിനുശേഷം മാന്യനായ ഒരു വാളെടുക്കുന്നവനായി മാറി. ഇപ്പോൾ അയാൾ ചെയ്തത് ഒരു ദുർബലമായ അനുകരണം മാത്രമായിരുന്നു. പക്ഷേ തന്റെ ദുർബലമായ ശരീരം പുനർനിർമ്മിക്കുന്നതിന് അത് തികഞ്ഞതായിരുന്നു. അയാൾ ഫ്ലാസ്ക് തുറന്നു. അതിന്റെ മൂർച്ചയുള്ള ഗന്ധം ശ്വസിച്ചു. വളരെ അപകടകരമാണെന്ന് കരുതുന്ന ആൽക്കെമി ഗ്രിൽ ചെയ്തതിന്റെ വീഴ്ചയോടെ യഥാർത്ഥ പാചകക്കുറിപ്പ് അപ്രത്യക്ഷമായി. എന്നാൽ അറിവിന്റെയും പരീക്ഷണങ്ങളുടെയും അവശിഷ്ടങ്ങളിലൂടെ അവയിൽ മിക്കതും തന്നെപ്പോലുള്ള ആളുകളെ കൊന്നൊടുക്കി അയാൾ അടുത്തുള്ള എന്തോ ഒന്ന് പുനർനിർമ്മിച്ചു. മതി സംസാരം. അയാൾ അത് കുടിച്ചു. ദ്രാവകം ഒരു വലിയ സമുദ്രത്തിലെ ഒരു തുള്ളി പോലെ അയാളെ ബാധിച്ചു. പിന്നെ യഥാർത്ഥ പരീക്ഷണം വന്നു. മന, പ്രകൃതിയുടെ ശക്തിയെ ശരീരത്തിലേക്ക് ആകർഷിക്കുന്ന ചക്രം, പാതകൾ എത്രത്തോളം പ്രചരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് അതിനെ രൂപാന്തരപ്പെടുത്തുന്നു.
അമൃതിന്റെ സഹായത്തോടെ അയാളുടെ ഉള്ളിലെ അടഞ്ഞ ചാനലുകൾ പൊട്ടിത്തെറിച്ചു. പക്ഷേ എന്തോ ഒന്ന് അനുഭവപ്പെട്ടു. എവിടെയാണ് വേദന? കണ്ണുനീർ സംവേദനം പോയി. മനസുഗമമായി, അനായാസമായി അവനിലൂടെ ഒഴുകി, അത് എപ്പോഴും ഉൾപ്പെട്ടിരുന്ന ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കുന്നതുപോലെ. അസാധ്യം, അയാൾ മന്ത്രിച്ചു. ഈ കുട്ടി ഒരു ജന്മനാ പ്രതിഭയാണോ? അനന്തമായ ഒരു സമുദ്രത്തിലെ തിരമാലകൾ പോലെ മന അവനിലൂടെ കുതിച്ചു. വൈകുന്നേരം എസ്റ്റേറ്റിനു മുകളിലൂടെ ഇരച്ചുകയറി. ജനാലയിലൂടെ വിശ്വസ്തരായ ദാസൻ ഉറുമ്പുകൾ വാതിലിനു മുന്നിൽ ഉത്കണ്ഠാകുലനായ ഒരു കാവൽ നായയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥതയോടെ നടന്നു. ഒടുവിൽ വാതിൽ ഒരു ശബ്ദത്തോടെ തുറന്നു. ലൂസിയൻ പുറത്തേക്കിറങ്ങി. നീ കാത്തിരിക്കുമ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ ഉറുമ്പുകൾ? അയാൾ നിസ്സാരമായി ചോദിച്ചു. ഉറുമ്പുകൾ പരിഭ്രാന്തരായി അവന്റെ അടുത്തേക്ക് ഓയിട്ടി. ഇങ്ക് മാസ്റ്റർ, നീ എത്ര നേരം അവിടെ ഉണ്ടായിരുന്നു എന്ന് നിനക്ക് എന്തെങ്കിലും അറിയാമോ? ഞാൻ വിളിച്ചു. പക്ഷേ നീ മറുപടി പറഞ്ഞില്ല. നീ എന്നോട് അകത്തേക്ക് പോകരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തോ ഭയങ്കരമായത് സംഭവിച്ചു എന്ന് ഞാൻ കരുതി. ലൂസിയൻ ശാന്തമായി പുഞ്ചിരിക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നതുവരെ അവന്റെ ശബ്ദം വിഷമത്താൽ വിറച്ചു. ഉറുമ്പുകൾ മരവിച്ചു. എന്തോ വ്യത്യസ്തത തോന്നി. അവൻ തന്റെ യജമാനനെ ചുറ്റിപ്പിടിച്ചു, തല മുതൽ കാൽ വരെ പരിശോധിച്ചു. തീർച്ചയായും നീ തന്നെയാണ്. പക്ഷേ നീയല്ലെന്ന് തോന്നുന്നത് എന്തുകൊണ്ട്? ലൂസിയൻ പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. തീർച്ചയായും, ഉറുമ്പുകൾ ശ്രദ്ധിച്ചു. അവൻ ലൂസിയനെ മറ്റാരേക്കാളും അടുത്തുനിന്ന് നിരീക്ഷിച്ചു. പുറമേ നാടകീയമായ ഒന്നും ഇതുവരെ മാറിയിട്ടില്ല. ശരീരത്തിന് ഇപ്പോഴും പോഷകങ്ങളും സമയവും ആവശ്യമാണ്. പക്ഷേ ഉള്ളിലെ മാറ്റം അവിശ്വസനീയമായിരുന്നു. അവൻ ഒരിക്കലും സങ്കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തതയോടെ മന അവനിലൂടെ ഒഴുകി. ഈ വേഗതയിൽ ലോകത്തെ മാറ്റുന്നവരുടെ തലത്തിലാണ് ഈ കഴിവ് എന്ന് അയാൾ കരുതി. എല്ലാം ശരിയായി നടന്നാൽ 1 വർഷത്തിനുള്ളിൽ എന്റെ കൂലിപ്പണിക്കാരായ ദിവസങ്ങളിൽ ഞാൻ ആരാണെന്ന് അയാൾക്ക് മറികടക്കാൻ കഴിയും. ലൂസിയൻ ഉറുമ്പുകളിലേക്ക് തിരിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ അവസരം ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഉറുമ്പുകൾ കണ്ണുചിമ്മി. ഹൂ, ഞാൻ എന്താണ് ചെയ്തത്? ലൂസിയൻ അവന്റെ കൈയിൽ ഒരു കൈവച്ചു. തോളിൽ. പ്രതിഫലങ്ങളും ശിക്ഷകളും എപ്പോഴും വ്യക്തമായിരിക്കണം. അതിനാൽ ശ്രദ്ധയോടെ കേൾക്കുക. ഞാനിത് ഒരിക്കൽ മാത്രം പറയാം. നിങ്ങളുടെ അടിവസ്ത്രം വരെ ഉള്ളതെല്ലാം വിറ്റ് എല്ലാം വാങ്ങുക. ഉറുമ്പുകളുടെ താടിയെല്ല് തകർന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുഗമമായ യാത്ര ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. പിന്നിൽ വെളിച്ചം പ്രകാശിക്കുന്നതുപോലെ ഒരു വീരോചിതമായ പോസ്റ്റ് ചെയ്തുകൊണ്ട് ലൂസിയൻ പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും ഉറുമ്പുകൾ പരിഭ്രാന്തിയോടെ നോക്കി. ലൂസിയൻ ഒരു തിളക്കമുള്ള പുഞ്ചിരിയോടെ അലറുന്നത് തുടർന്നു. എനിക്ക് നിങ്ങളോട് അസൂയ തോന്നുന്നു. എന്റെ കാലത്ത് ഇല്ല, ഒരു പ്രഭുക്കന്മാരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. യുവ യജമാനൻ, ഉറുമ്പുകൾ ചിന്തിച്ചു, ഭയന്നു. 1 ആഴ്ച കഴിഞ്ഞ് കാട്ടിൽ ലൂസിയൻ നടക്കുമ്പോൾ സന്തോഷത്തോടെ മൂളി. ഹാൻസ് അവന്റെ പിന്നിൽ നടന്നു. ജീവിതം അവിശ്വസനീയമാണ്, ലൂസിയൻ ചിന്തിച്ചു. എനിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഒരു വിരുന്ന്, ഒരു വിരൽ പോലും ഉയർത്താത്ത കളങ്കമില്ലാത്ത മുറി, എന്റെ കിടക്ക പോലും എനിക്കായി ഒരുക്കി. അന്ന് വിശക്കുന്നത് ഒരു ദിനചര്യയായിരുന്നു. അവന്റെ കണ്ണുകൾ നനഞ്ഞു. ഇപ്പോൾ അയാൾക്ക് ഒടുവിൽ സുഖം പ്രാപിക്കുന്നതിലും വളരെക്കാലമായി അവനെ അലട്ടുന്ന ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. അവൻ തന്റെ കോട്ടിൽ നിന്ന് ഒരു കത്ത് പുറത്തെടുത്തു. ഈ കാലയളവിൽ വീട്ടുജോലിക്കാർ അന്വേഷിച്ചിരുന്നു. ക്യാപ്റ്റന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തോട് സാമ്യമുള്ള ആരും അപേക്ഷിച്ചിട്ടില്ല. എന്നിട്ടും ലൂസിയൻ വ്യക്തമായി ഓർമ്മിച്ചു, ആരോ അയാളുടെ സ്ഥാനത്ത് എത്തിയിരുന്നു. വസ്ത്രം ധരിച്ച ഒരു അപരിചിതൻ അയാൾ ഇരിക്കേണ്ടിടത്ത് നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത് നല്ലതിനു വേണ്ടിയാണ്. ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നതിൽ നിന്ന് ഒരു ഗുണവും ഉണ്ടാകില്ല, സമ്മർദ്ദം മാത്രം. ഞാൻ മുമ്പ് എങ്ങനെയായിരുന്നു അത് നേരിടാൻ എനിക്ക് ധൈര്യമില്ല. എനിക്ക് ലജ്ജ തോന്നുമായിരുന്നു. അയാൾ ചെറുതായി വിറച്ചു. ഉറുമ്പുകൾ ഉത്കണ്ഠയോടെ നോക്കി. ഇങ്ക് മാസ്റ്റർ, ഉറുമ്പുകൾ മൃദുവായി വിളിച്ചു. ലൂസിയൻ തിരിഞ്ഞു. നീ ശരിക്കും അവിടെ പോകാൻ പദ്ധതിയിടുകയാണോ? ഉറുമ്പുകൾ ചോദിച്ചു. ഇനി ഒരിക്കലും പരിശീലന ഗ്രൗണ്ടിന്റെ അടുത്തേക്ക് കാലുകുത്തില്ലെന്ന് നീ പറഞ്ഞു. ലൂസിയൻ പുരികം ഉയർത്തി. ഞാൻ പോയി. അതെ, നീ പോയി. ഉറുമ്പുകൾ അലറി. കഴിഞ്ഞ തവണ സെക്കൻഡ് ഇങ്ക് മാസ്റ്റർ നിന്നെ ശകാരിച്ചതിനു ശേഷം നീ ഒരിക്കലും തിരിച്ചുവരില്ലെന്ന് നീ സത്യം ചെയ്തു. ലൂസിയൻ നെടുവീർപ്പിട്ടു. ഉറുമ്പുകൾ പരിഭ്രാന്തരാകുന്നത് കണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അവന് ഊഹിക്കാൻ കഴിഞ്ഞു. ഡ്യൂക്കിന്റെ വീട്ടിലെ ഒരു പ്രഭുവിന് വാളെടുക്കൽ നിർബന്ധമായിരുന്നു. രണ്ടാമത്തെ ഇങ്കിൽ ഭയവും അക്രമവും കുത്തിവയ്ക്കുന്നതിലൂടെ അവനെ പരിശീലിപ്പിക്കാനുള്ള തികഞ്ഞ ഒഴികഴിവായിരിക്കണം അത്. നീ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ അത്രയേയുള്ളൂ. ലൂസിയൻ പരിശീലനം നേരിട്ടു. എന്നെ വിശ്വസിച്ച് എന്റെ മാതൃക പിന്തുടരുക. പരിശീലനം ഹാൾ. 2 പട്ടാളക്കാർ ഗോസിപ്പുകൾ പറഞ്ഞു. അവൻ ഇവിടെ ഉണ്ടെന്നത് സത്യമാണോ? സംശയമില്ല, അവൻ തന്റെ പരിചാരകനോടൊപ്പം പരിശീലന ഹാളിൽ ചുറ്റിനടക്കുകയാണ്. മീശക്കാരൻ പുഞ്ചിരിച്ചു. ആ ബ്രാഡ് എന്താണ് ചിന്തിക്കുന്നത്? കഴിഞ്ഞ തവണ എന്താണ് സംഭവിച്ചതെന്ന് അവൻ മറന്നു. യഥാർത്ഥത്തിൽ ഇത് നല്ലതായിരിക്കാം. ഉടൻ പോയി അവനോട് റിപ്പോർട്ട് ചെയ്യുക. അവൻ വരുന്നതിനു മുമ്പ് ഞാൻ ഒരു നല്ല വിഭവം തയ്യാറാക്കാം. അവൻ ക്രൂരമായി ചിരിച്ചു. അതേസമയം ലൂസിയൻ ഹാളിലേക്ക് പ്രവേശിച്ച് മരവിച്ചു. ഭയത്തോടെയല്ല, മറിച്ച് ഭയത്തോടെ. ഇത് അവിശ്വസനീയമാണ്. ഞാൻ സങ്കൽപ്പിച്ചതിലും മികച്ചത്. കേടുപാടുകൾ കൂടാതെ ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി സ്പെയർ ആയുധങ്ങൾ. നിയന്ത്രണങ്ങളില്ലാത്ത വിശാലമായ ഒരു അരീന. ഇതുപോലുള്ള ഒരു സ്വകാര്യ സൗകര്യം ഒരാൾക്ക് സ്വന്തമാക്കാൻ
എന്റെ ആളുകൾ ഇതുപോലെ എവിടെയെങ്കിലും പരിശീലനം നേടിയിരുന്നെങ്കിൽ അവരിൽ കൂടുതൽ പേർ രക്ഷപ്പെട്ടേനെ. അവന്റെ നെഞ്ചു മുറുകി. പിന്നെ കാലടികൾ. മീശക്കാരൻ അകത്തേക്കു കയറി. ശരി, ശരി, ഞാൻ തെറ്റിദ്ധരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ശരിക്കും മൂന്നാമത്തെ ഇങ്ക് മാസ്റ്ററാണ്. എന്റെ കണ്ണുകൾ എന്നെ കബളിപ്പിക്കുകയാണെന്ന് ഞാൻ കരുതി. ഞാൻ വളരെ ആശ്ചര്യപ്പെട്ടു. അവൻ അടുത്തേക്ക് ചാഞ്ഞു, അഭിമാനത്തോടെ മുഖം വളച്ചു. ഒരു വർഷം മുമ്പ് നിങ്ങൾ ലോർഡ് ജോഡി പഠിപ്പിച്ചത് ചെന്നായിയെ കണ്ട് പേടിച്ചരണ്ട കുഞ്ഞാടിനെപ്പോലെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നീ ഓടിപ്പോയി. അവൻ ഉറുമ്പുകളെ നോക്കി. നിന്റെ ദാസൻ ഇപ്പോഴും ഭയന്നിരിക്കുന്നതിൽ അതിശയിക്കാനില്ല. പിന്നെ അവൻ പുറം നിവർത്തി പരിഹാസത്തോടെ സല്യൂട്ട് ചെയ്തു. എൻഡർ റിപ്പോർട്ട് ചെയ്തു. അവൻ ലൂസിയന്റെ നേരെ മുഖം നീട്ടി. ഒരു വർഷം മുമ്പ് ഞാൻ ഇവിടെ വെച്ച് നിന്റെ പോസ്റ്റർ ശരിയാക്കിയത് നിനക്ക് ഓർമ്മയുണ്ടോ? ലൂസിയൻ തന്റെ കാൽക്കൽ വിറയ്ക്കുന്നത് ഓർത്ത് അവൻ ചിരിച്ചു. എത്ര മനോഹരമായ ഒരു സമയം. ലൂസിയൻ ചെറുതായി പുഞ്ചിരിച്ചു. ഈ കൊച്ചു തെണ്ടിയെ നോക്കൂ, അവൻ രസകരമാണ്.